എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ദുരന്തർ സിനിമ ഇറങ്ങിയപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു ട്രെൻഡാണ് ഡേ 1 ആസ് എ സ്പൈ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു റീൽസ് ട്രെൻഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പാകിസ്ഥാനിൽ ഇന്ത്യയിലെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, പല നാട്ടിൽ നിന്നുള്ളവർ, നമ്മളുടെ തൃശ്ശൂർ ഗഡിയും ഒക്കെ അങ്ങോട്ട് ചാരനായിട്ട് പോവുകയാണ് ഒരു ചെറിയ കാര്യം കൊണ്ട്. അതായത് അവരെന്തെങ്കിലും പറയുമ്പോൾ ഓ നമസ്കാരം എന്ന് പറയുമ്പോൾ അപ്പം തന്നെ പിടിച്ച് നേരെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മൾ ഭിത്തിയിൽ നമ്മളുടെ പടം തൂങ്ങുന്നതാണ്. അതായത് നമ്മളെ കൊല്ലുന്നതായിട്ടാണ്. നമ്മൾ ഓക്കെ കൈയോടെ പിടിച്ചു നമ്മളെ കൊന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കുക, പാകിസ്ഥാനിൽ ഒരു വ്യക്തിയെ ചാരനായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ കൊല്ലുന്ന ജസ്റ്റ് ഇതിൽ കാണിക്കുന്ന പോലെ കോമഡി വൽക്കരിച്ചൊന്നും അല്ല കേട്ടോ. വളരെ ടോർച്ചർ ചെയ്ത് മൃഗീയമായിട്ടാണ് കൊല്ലുന്നത്. ദുരന്തർ 1 കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ചാരനാണെന്ന് കരുതി പിടിക്കപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് ടോർച്ചർ ചെയ്യുന്നതെന്നല്ലേ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ പാകിസ്ഥാനിൽ ചാരനായി പോകുകയെന്ന് പറയുന്നത് നിസ്സാരമല്ല, ഒരു ചെറിയൊരു മൈന്യൂട്ട് കാര്യം കൊണ്ട്. ആ റീൽസിൽ ഉദ്ദേശിക്കുന്ന കാര്യം അതെടുത്ത് പറയാനുള്ളത് അതാണ്. നമ്മളൊന്ന് കൈകൂപ്പി പോയി കഴിഞ്ഞാൽ പോലും പിടിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 1970-കളിൽ ഇന്നത്തെ ടെക്നോളജി കാര്യങ്ങളൊന്നുമില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല, നമ്മളുടെ കയ്യിൽ ഗൂഗിൾ മാപ്പോ അങ്ങനത്തെ ഒരു സംവിധാനം ഒന്നുമില്ല. ആ ഒരു സമയത്ത് ഇവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ പാകിസ്ഥാനിൽ ചാരനായിട്ട് പോവുകയാണ്. അത് ഇന്നത്തെ പോലെ ഏതെങ്കിലും യൂട്യൂബറോ ഇൻസ്റ്റാഗ്രാം ക്രിയേറ്ററോ ഒന്നുമല്ല. ഇപ്പോൾ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ടൂറിസ്റ്ററിന് അവിടെ പോകണമെങ്കിൽ, സുരക്ഷിതമായിട്ടിരിക്കണമെങ്കിൽ അവിടുത്തെ ആർമിയോ പോലീസിനെ കൂടെ കൂട്ടേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ഷെറിൻ വ്ളോഗ്സ് ഒക്കെ പോയിട്ടുള്ള ആ വീഡിയോ നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. അവരുടെ കൂടെ എപ്പോഴും ഒരു സുരക്ഷാ ജീവനക്കാരനുണ്ടാകും, അല്ലെങ്കിൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത വരെയുണ്ടല്ലേ. അതാണ് ഇന്നത്തെ സാഹചര്യം പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയമാണ്. അന്ന് പിടിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു പ്രൊട്ടക്ഷനും ഇല്ല, അപകടം പറ്റിയാൽ എന്തെങ്കിലും ബാക്കപ്പ് പ്ലാനുകളില്ല, പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാർ പോലും അറിയത്തില്ല ഇയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന്. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിന് അംഗീകരിക്കാൻ പറ്റില്ല ചാരനാണെന്നുള്ളതല്ലേ. അപ്പോൾ അത്രത്തോളം റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവിടെ പോവുകയാണ്. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടെൻഷൻ അത്രത്തോളം നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് പാകിസ്ഥാൻ നമുക്കെതിരെ വലിയൊരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു സ്കെച്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യ നശിപ്പിക്കാനായിട്ട്. ആ ഒരു സ്കെച്ച് എന്താണെന്നും അതിനെ തന്നെ നമുക്ക് നിർവീര്യമാക്കാം, അല്ലെങ്കിൽ ഒരുപാട് വർഷത്തേക്ക് ലാഗാക്കാൻ, നമുക്ക് അത് താമസിപ്പിക്കാൻ നമുക്ക് കഴിയുകയാണ്. മുഖ്യമായിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ്, വൈറ്റൽ ഇൻഫോർമേഷൻസ് ഇന്ത്യയിലേക്ക് അദ്ദേഹം തിരിച്ചു കടത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഇഴുകിച്ചേർന്ന് ഒരു സാധാരണക്കാരനെ പോലെ. ഈ ദുരന്തർ കാണിക്കുന്നത് എങ്ങനെയാണ്, ഒരു ജോലി തേടി അലയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നൊക്കെ രീതിയിലാണ് അവിടെ പോകുന്നതല്ലേ. അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ജോലിക്ക് കയറുന്നു. അതുപോലെ തന്നെ ഒരു പിച്ചക്കാരനായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഇഴുകിച്ചേർന്നും ഒക്കെ കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വളരെ അത്രത്തോളം വിലമതിക്കാനാവാത്ത, നമുക്കതിന് വിലയിടാൻ പറ്റില്ല ഇൻഫോർമേഷൻ അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ചാരപ്രവൃത്തി ഏറ്റവും കൂടുതൽ വലിയൊരു സംഭവമായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് വലിയ അഡ്വാൻറ്റേജ്, നമ്മുടെ രാജ്യത്തിന് വലിയ നേട്ടമാണ് അതുകൊണ്ടുണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാകും. മറ്റൊന്നുമല്ല, ഇപ്പോഴും നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ശ്രീ അജിത് ഡോവലിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അജിത് ഡോവലിൻ്റെ ഈ ഒരു മിഷനെ പറ്റിയാണ് നമ്മൾ എക്സ്പെഷ്യലി സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഈ സിനിമകൾ കാണുമ്പോൾ തന്നെ ലോകത്തിലെ വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. കാരണം അതൊക്കെ നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ ഇറാൻ സംഘർഷം വന്നപ്പോൾ പാചകവാതകത്തിന് വരെ ക്ഷാമം ഉണ്ടാകുകയാണ്. അതുപോലെ സ്വർണ്ണത്തിൻ്റെ കാര്യം എടുത്താൽ സാധാരണ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വില കൂടുകയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ കുറയുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ മുൻപ് വില കൂടുമെന്ന് കരുതി സ്വർണ്ണത്തിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പണം മുഴുവനായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് പല സ്ഥലങ്ങളിലായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അത്തരത്തിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മാർച്ച് 31 വരെയാണ് ആ ഒരു അവസരമുള്ളത്. മറ്റാരുമല്ല, ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡായിട്ടുള്ള ടാറ്റയ്ക്ക് കീഴിലുള്ള ടാറ്റ AIA ലൈഫിന്റെ ഇന്നോവേഷൻ ഫണ്ട് എന്ന NFO വഴി ഇന്ത്യയിലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ മലയാളത്തിൽ കോൾ ചെയ്ത് സംശയങ്ങളൊക്കെ ചോദിക്കാനും, ഇനി വേണമെങ്കിൽ ഒരു ഏജന്റ് വീട്ടിൽ വന്ന് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ അതിനുള്ള സൗകര്യവുമുണ്ട്. ഇനി ഇൻവെസ്റ്റ് ചെയ്ത പണം പോകുമെന്ന പേടിയുള്ളവർക്കാണെങ്കിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പണം പോകില്ല, അതോടൊപ്പം മാർക്കറ്റ് കയറുമ്പോൾ അതനുസരിച്ചുള്ള ലാഭവും കിട്ടും. ടാറ്റ AIA ലൈഫിന്റെ മുൻകാല ഫണ്ടുകൾ പരിശോധിച്ചാൽ 2022 പുറത്തിറങ്ങിയ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഇതുവരെ 24%, 2015 പുറത്തിറങ്ങിയ മൾട്ടി ക്യാപ് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തിൽ ഓരോ വർഷവും ശരാശരി 21% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുൻകാല ഫണ്ടുകൾ നല്ലതുപോലെ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ NAV 10 രൂപയാണ്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മാസം അടയ്ക്കുന്ന എമൗണ്ടിന്റെ 120 ഇരട്ടി ലൈഫ് കവർ ലഭിക്കുന്നതിനോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടായിരിക്കില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ 2 കോടിയുടെ റിട്ടേൺ സാധ്യതയും അവിടെ നോക്കിയാൽ കാണാം. പിന്നെ ഇവിടെ 5 വർഷം ലോക്ക് ഇൻ പീരീഡ് ഉള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന എമൗണ്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ മാർച്ച് 31 NFOയുടെ ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇനി വെറും 6 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്കിൽ പോയി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ശ്രീ അജിത് ഡോവലിനെ കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ആണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ പറയും അത് രാഷ്ട്രീയക്കാർ, ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി അല്ലെങ്കിൽ ശ്രീ അമിത്ഷായാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് മുകളിലാണ് അജിത് ഡോവലിൻ്റെ ശബ്ദം, അജിത് ഡോവലിൻ്റെ കമാൻഡ് വോയിസ് എന്നുള്ളത്.
ഇവർക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. അത്രത്തോളം ബുദ്ധിമാനായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് അദ്ദേഹമാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടിരുന്നിട്ടുള്ളതല്ലേ. അദ്ദേഹത്തിന് ഇപ്പോൾ 81 വയസ്സായി. ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറ്റുന്നുണ്ട്. 81 വയസ്സിൽ നമ്മളൊന്നും നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക ഒരു പക്ഷേ അല്ലേ. അദ്ദേഹം ഈ 81 വയസ്സിലും കർമ്മനിരതനായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ആരുടെ സുരക്ഷയ്ക്ക്? നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക്, അതായത് നമ്മളുടെ ഓരോ ഇന്ത്യക്കാരൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പോലും നോക്കാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എജാതി മനുഷ്യനെന്ന് ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് വായിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഭയങ്കര ആരാധനയാണ്. ഭയങ്കര സംഭവം തന്നെയാണ് അജിത് ഡോവൽ എന്ന് പറയുന്നത്. ഒരാൾക്കും അജിത് ഡോവലിനെ വെല്ലാനുള്ള കമാൻഡ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് അത് റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് അത്രത്തോളം പൊളിറ്റിക്സ് അറിയാവുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇന്ന് പറയാൻ പോകുന്നത് 1970-കളിൽ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടക്കുന്ന ആ ഒരു കാലഘട്ടമാണ്. അജിത് ഡോവൽ പാകിസ്ഥാനിലേക്ക് ചാരനായി പോകുന്ന ആ ഒരു സംഭവം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടാകത്തില്ല, ഒരു യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകത്തില്ല. അതായത് ഈ നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ, ഇത് വായുമൊഴിയായിട്ട് വന്ന കഥകൾ മാത്രമാണ്. അതായത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഏത് വർഷമാണ് പാകിസ്ഥാനിലേക്ക് പോയത്, എത്ര കാലം അവിടെ ഉണ്ടായിരുന്നു, എന്താണ് അവിടെ ചെയ്തത്, എന്ത് ഇൻഫോർമേഷനാണ് കൃത്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ല അങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസൊക്കെ ചുമ്മാ വിക്കിപീഡിയ സെർച്ച് ചെയ്താൽ കിട്ടും, ഇൻ്റർനെറ്റിൽ ഒരുപാട് മലയാളം വീഡിയോസ് ന്യൂസ് ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യം എല്ലാ ഗവൺമെൻറ് പരമായിട്ടുള്ള എല്ലാ കാര്യത്തിനും രേഖകൾ വയ്ക്കും. ഒറ്റ കാര്യം ഒഴിച്ച് ചാരവൃത്തി. നമ്മളുടെ രാജ്യം, നമ്മളുടേതെന്നല്ല, ഏത് രാജ്യമാണെങ്കിലും മറ്റൊരു രാജ്യത്തേക്ക് ചാരന്മാരെ അയക്കുന്നതിനെ പറ്റിയിട്ടുള്ള യാതൊരുവിധ രേഖകളും കീപ്പ് ചെയ്യില്ല. അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു രേഖ പോലും, ഒരു മുട്ടസൂചിയോളം പോകുന്ന രേഖ പോലും ഉണ്ടാകാതിരിക്കാനാണ് ശ്രമിക്കുക. ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ചിരിച്ചെന്തെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണുകയാണ്. വളരെ ബുദ്ധിമാനാണ് തോന്നിക്കുന്ന ഒരു വ്യക്തി വന്നിരുന്ന് പറയുകയാണ്, ഇന്ത്യൻ ഗവൺമെൻറ് ചരിത്രത്തിൽ ഒരിക്കലും പാകിസ്ഥാനിലേക്ക് ചാരന്മാരെ അയച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താ നിങ്ങൾക്കറിയാവോ? അങ്ങനത്തെ യാതൊരുവിധ ഒഫീഷ്യൽ രേഖകളുമില്ല. ഞാൻ RTI കൊടുത്തു, വിവരാവകാശം കൊടുത്തു, അങ്ങനത്തെ രേഖകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, എടാ മണ്ട, ഈ രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് ചാരന്മാരെ അയച്ചതിൻ്റെ രേഖകൾ ആരെങ്കിലും വയ്ക്കുമോ? വയ്ക്കൂല എന്ന് മാത്രമല്ല, മറ്റൊരു രാജ്യത്ത് വെച്ച്, ഇപ്പോൾ പാകിസ്ഥാനിൽ വെച്ച് പിടിക്കപ്പെട്ടാൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ ഒരു ആർമി ഉദ്യോഗസ്ഥനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചാവശ്യപ്പെടാൻ നമുക്ക് എല്ലാ സുരക്ഷ ഉറപ്പാക്കാം. പക്ഷേ ചാരനായിട്ട് അയക്കപ്പെട്ട ഒരു വ്യക്തിയെ ഉണ്ടല്ലോ, പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈ മലർത്താനേ പറ്റത്തുള്ളൂ. കാരണം അത് എല്ലാ പ്രോട്ടോകോൾസും എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പോൾ ഓർക്കുക, നമ്മളുടെ ഗവൺമെൻറ് അതിൻ്റെ രേഖകളോ കാര്യങ്ങളോ ഒന്നും വയ്ക്കില്ല. അപ്പോൾ അജിത് ഡോവലിൻ്റെ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ബുക്കോ സ്പീച്ചോ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസോ ഒക്കെ എടുത്ത് നോക്കിയാൽ അദ്ദേഹം ഇതിനെപ്പറ്റി സംസാരിക്കില്ല. കാരണം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള വ്യക്തി താൻ ഒരു ഹീറോ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വന്ന് വിളമ്പുമെന്ന് തോന്നുന്നുണ്ട്? ഒരിക്കലുമില്ല. അപ്പോൾ ഓർക്കുക, പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഈ കഥകൾ വായ്മൊഴിയായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ എനിക്ക് യുക്തിപരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് ഒരിടത്തും സ്റ്റാർ ആകണ്ട, ഒരിടത്തും വന്നിട്ട് ഹീറോയ്ക്ക് പരിവേഷമൊന്നും ചമയേണ്ട. അദ്ദേഹം പ്രവർത്തിക്കുന്നത് നിഴലുകളിലാണ്. ആ നിഴലുകളിലാണ് അദ്ദേഹത്തിൻ്റെ പവർ ഉള്ളത്. ഒന്നാലോചിച്ച് നോക്കുക, നമ്മൾ ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ മോസ്റ്റ് പവർഫുൾ പീപ്പിൾ നമ്മളുടെ രാഷ്ട്രീയക്കാർ, നമ്മുടെ ഭരണാധികാരി തുടങ്ങിയവരല്ലേ. പക്ഷേ അതിനേക്കാലമൊക്കെ പവർ ഒരിടത്തും മറഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് ശ്രീ അജിത് ഡോവൽ എന്നുള്ളത്. നിഴലുകളിലാണ്, എന്താ പവർ ഇൻ ഷാഡോസ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹം ജനിക്കുന്നത് വർഷം 1945 ഇന്നത്തെ ഉത്തരാഖണ്ഡ് ഉണ്ടല്ലോ, അവിടെയാണ് ജനിക്കുന്നത്. പൗരി ഖർവാൾ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം എന്ന് ഓർക്കുക. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പ് ബ്രിട്ടീഷ് ആർമിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം ഇന്ത്യൻ ആർമിയിലേക്ക് അദ്ദേഹം ചേരുകയാണ്. അങ്ങനെ ഒരു ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥൻ്റെ മകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വളർന്നതും അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനും എല്ലാം ഒരു പട്ടാള ചിട്ടയിലായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം തൻ്റെ സ്കൂള് പൂർത്തിയാക്കുന്നത് അജ്മീർ മിലിറ്ററി സ്കൂളിൽ നിന്നാണ്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കോളേജും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. എക്കണോമിക്സിൽ ബിരുദവും അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദവും, അതായത് UGയും PGയും എടുക്കുകയാണ്, മാസ്റ്റേഴ്സും എടുക്കുകയാണ്. ഒരു കാര്യം പറയട്ടെ, ഇദ്ദേഹത്തിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ, വർഷം 1990 ആയപ്പോൾ ഇദ്ദേഹം നാഷണൽ ഡിഫൻസ് കോളേജിൽ നിന്ന് 30ാമത്തെ ബിരുദം ഗ്രാജുവേഷൻ കരസ്ഥമാക്കുകയാണ്. അപ്പോൾ അത്രത്തോളം എഡ്യൂക്കേഷനിലാണെങ്കിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാജുവേഷനുള്ള ഒരു വ്യക്തി അതിൽ ടോപ്പിൽ ഇദ്ദേഹം കാണും. എന്തായാലും ഇദ്ദേഹം വർഷം 1968 UPSC ക്രാക്ക് ചെയ്ത് IPS ഉദ്യോഗസ്ഥനായിട്ട് മാറുകയാണ്. IPS ഓഫീസേഴ്സ് കേഡർ സെലക്ട് ചെയ്യണമല്ലേ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരുപാട് സംസ്ഥാനത്തു നിന്നുള്ള IPS ഓഫീസേഴ്സ് ഇവിടെ നമ്മളുടെ കമ്മീഷണറായിട്ടും SP ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇദ്ദേഹം ഉത്തരാഖണ്ഡുകാരനായിട്ടുള്ള ഇദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള കേഡർ ഏതാണെന്നറിയാവോ? കേരള കേഡറാണ്. ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് എവിടെയെന്നറിയാവോ? നമ്മുടെ കോട്ടയം ജില്ല അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് ഓഫ് പോലീസ് ASP ആയിട്ടാണ് ഇദ്ദേഹത്തിന് ഫസ്റ്റ് നിയമനം വരുന്നത്. അതിനുശേഷമാണ് തലശ്ശേരി കലാപമൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. നമ്മുടെ കണ്ണൂർ തലശ്ശേരി കലാപം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ തലശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ അത് അമർച്ച ചെയ്യാനായിട്ട് ഇദ്ദേഹത്തെ തലശ്ശേരി ASP ആയിട്ട് ട്രാൻസ്ഫർ കൊടുക്കുകയാണ്. ഇദ്ദേഹം അവിടെ കാര്യക്ഷമമായിട്ട്
നന്നായിട്ട് തന്നെ ഇടപെടുകയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മികവ് കൊണ്ട് തന്നെയാണ് ആ ഒരു കലാപം അവിടെ അടിച്ചൊതുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ആ ഒരു സമയത്ത് കൂത്തുപറമ്പ് MLA ആയിട്ടുണ്ടായിരുന്ന ആരെന്നറിയാവോ? നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയനായിരുന്നു. എന്തായാലും ഈ സമയത്താണ് ഇദ്ദേഹം ഇൻ്റലിജൻസ് ബ്യൂറോ അഥവാ IB-യിലേക്ക് പോകുന്നത്. IB എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന IPS ഓഫീസേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ IB എന്ന് പറഞ്ഞാൽ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ ഇദ്ദേഹത്തിനെ IB-യിലേക്ക് ഹയർ ചെയ്യുകയാണ്. ഇദ്ദേഹം IB-യിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോവുകയാണ്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കളിയെല്ലാം IB-യിൽ നിന്നായിരുന്നു. അവിടെ വലിയൊരു വഴിത്തിരിവായിരുന്നു അജിത് ഡോവൽ ഉണ്ടായിരുന്നത്. ഇനി ഇദ്ദേഹം പാകിസ്ഥാനിലേക്ക് ചാരനായി പോകുന്ന സംഭവം പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഏത് വർഷമാണ് പോയതെന്നോ എത്ര കാലം അവിടെ ഉണ്ടായിരുന്നെന്നോ എന്താണ് അവിടെ ചെയ്തതെന്നോ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് ഈ വായ്മൊഴിയായിട്ട് വരുന്ന കാര്യങ്ങൾ അതിൻ്റെ അകത്ത് യുക്തിഭദ്രമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം, അതായത് IDSന്റെ തുടക്കത്തിലോ മറ്റോ അദ്ദേഹത്തിന്, അപ്പോൾ ചെറുപ്പക്കാരനാണല്ലേ, ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ, കേരള കേഡർ IPS ഉദ്യോഗസ്ഥൻ പാകിസ്ഥാനിലേക്ക് ചാരനായിട്ട് പോകാൻ ഗവൺമെൻറ് ഒരു ഇത് കൊടുക്കുകയാണ്, ഒരു പ്രൊജക്റ്റ് കൊടുക്കുകയാണ്. അദ്ദേഹം അത് ധൈര്യത്തോടെ തന്നെ ഏറ്റെടുക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക, അന്ന് എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയമാണ്. പാകിസ്ഥാന് ഒരു രക്ഷയുമില്ല നമ്മുടെ അടുത്ത് ജയിക്കാനായിട്ട്. അപ്പോൾ പാകിസ്ഥാൻ ഒരു പദ്ധതി തയ്യാറാക്കിയത് എന്താണ്? മറ്റൊന്നുമല്ല, ആണവ പദ്ധതിയാണ്. ന്യൂക്ലിയർ വെപ്പൺ ആണല്ലേ. ന്യൂക്ലിയർ വെപ്പൺ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു രാജ്യം ന്യൂക്ലിയർ വെപ്പൺ ആണവ ശക്തി ആയിരിക്കുകയും മറ്റു രാജ്യം ആണവ ശക്തി ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഈവൻ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യമാണല്ലേ, ഇന്ന് നമുക്ക് ആണവ ശക്തി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന തകർന്ന രാജ്യമാണ്, അവിടുത്തെ എക്കോണമി തകർന്നു, എല്ലാം തകർന്നു, ആ രാജ്യത്തിനെ പേടിക്കേണ്ടി വന്നേനെ. ഇതാണ് ന്യൂക്ലിയർ വെപ്പണിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞ പോലെ തന്നെ സ്ട്രെങ്ത് റെസ്പെക്ട് സ്ട്രെങ്ത്, കരുത്തിനെ ബഹുമാനിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അമേരിക്കയും റഷ്യയും തന്നെ എടുക്കുക, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണവായുധമൊന്നും പ്രയോഗിക്കില്ല. ഒരാൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ മറ്റേ പ്രയോഗിക്കും. രണ്ട് രാജ്യത്തിനും സർവനാശമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ആണവായുധം എന്ന് പറഞ്ഞാൽ ഇന്നൊരു സുരക്ഷാ കവചം മാത്രമാണ്. ചരിത്രത്തിൽ 2 തവണ മാത്രമേ ആണവായുധം പ്രയോഗിച്ചിട്ടുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അമേരിക്ക ജപ്പാനിൽ ഹിരോഷിമയിലും നാഗാസാക്കിയിലും ഇട്ട ബോംബാണല്ലേ, ലിറ്റിൽ ബോയും ഫാറ്റ്മാനും, അങ്ങനെ തന്നെ അല്ലായിരുന്നു പേര്, അത് തന്നെ. അപ്പോൾ എന്തായാലും ആണവായുധം അതിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സമയത്തൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല നമ്മളൊരു ആണവശക്തിയെ മാറണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ പാകിസ്ഥാൻ ഇതിൻ്റെ പരിപാടി അവരുടെ രാജ്യത്ത് തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവരെന്താണ് അവിടെ ചെയ്യുന്നത്? ശരിക്കും ഇത് റൂമേഴ്സ് ആയിട്ടാണ് കേൾക്കുന്നത്, അതായത് ഒരു അഭ്യൂഹങ്ങളായിട്ടാണ് നമുക്ക് കേൾക്കുന്നത്, നമുക്കറിയില്ല എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അവരവിടെ ശരിക്കും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ യുറാനിയം എൻറിച്ച്മെൻറ്റ്, ഇപ്പോൾ ഇറാൻ നടത്തുന്ന ഈ സമ്പുഷ്ടീകരണം എന്നൊക്കെ പറയത്തില്ലേ, അതവിടെ നടത്തുന്നുണ്ടോ? അവരെന്തോരം പ്രോഗ്രസ് ചെയ്തു, എത്ര നാൾക്കുള്ളിൽ അവരിത് വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ആക്രമിക്കാൻ പ്ലാനുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് തന്നെ അറിയേണ്ടതുണ്ട്. ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് ഡിജിറ്റലായിട്ട് പല കാര്യങ്ങളും നമുക്ക് ചോർത്തിയെടുക്കാൻ പറ്റുമല്ലേ. പക്ഷെ അന്ന് ഡിജിറ്റൽ സംവിധാനമോ ഇൻ്റർനെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകപ്പാടെ ടെലഫോണും ടെലഗ്രാമും കത്തടപാടും ഒക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡിജിറ്റലി ഡാറ്റ ചോർത്തുക എന്ന് പറയുന്ന ഒരു സാധനം ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അപ്പോൾ നേരിട്ട് പോയി അറിയുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഒരു വഴിയുള്ളൂ. ഇവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നടക്കുന്ന ഈ അമേരിക്ക ഇസ്രായേൽ ഇറാൻ യുദ്ധമില്ല, അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? ഇറാൻ ആണവശക്തിയാകുന്നു, അവർ ആണവായുധം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വികസിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്കും വരണം ഇസ്രായേലിനും വരണം എന്ന്. പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമില്ല. അപ്പോൾ പരം ചോദിക്കുന്നത്, എന്തൊക്കെയായാലും അത് അവരുടെ കാര്യമല്ല, അവർ വികസിപ്പിക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അതെന്തിനാണ് അമേരിക്ക ഇസ്രായേൽ നോക്കുന്നതെന്നല്ലേ. നമ്മുടെ ഇന്ത്യ നോക്കിയിട്ടുണ്ട് പാകിസ്ഥാനിൽ ഇങ്ങനെ വികസിപ്പിക്കാൻ പോകുമ്പോൾ, അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പക്ഷേ നോക്കി അത് നമ്മൾ താമസിപ്പിച്ചില്ലായിരുന്നു, നമ്മൾ ഒരുപാട് നാൾ ഡിലേ ചെയ്തു, അതിനെയൊക്കെ പറ്റി പറയാം. അങ്ങനെ ഡിലേ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ ആ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അതെടുത്ത് പ്രയോഗിച്ചേനെ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. അരക്കിറുക്കന്മാരായിട്ടുള്ള പാകിസ്ഥാനികൾ നേരെ എടുത്ത് അറ്റം ബോംബിട്ടിരുന്നെങ്കിൽ എന്തായി തീർന്നേനെ. അത് കഴിഞ്ഞ് അവർ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇതൊക്കെ വികസിപ്പിക്കുന്നത്. അന്ന് എല്ലാ കാര്യങ്ങളും ശാന്തി സമാധാനത്തിൽ എത്തിയിരുന്നു. അപ്പോൾ മറ്റു രാജ്യം ആണവായുധം വികസിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ സുരക്ഷയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടപെട്ടു. അതുപോലെ തന്നെയാണ് പല രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നത്. എന്തായാലും അജിത് ഡോവൽ ഈ മിഷൻ സധൈര്യം ഏറ്റെടുത്ത് പാകിസ്ഥാനിലേക്ക് ചാരനായിട്ട് പോകാനുള്ള തീരുമാനമെടുക്കുകയാണ്. അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ലീഗലായിട്ട്, അതായത് നിയമപരമായിട്ടാണ് ആ രാജ്യത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ പലരും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പക്ഷേ ഇല്ലീഗലായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നിയേക്കാവുന്നത് നുഴഞ്ഞു കയറി ഈ ഒരു അതിർത്തിയിലൂടെ വെട്ടിച്ച് കടന്ന്, അങ്ങനെയൊന്നുമല്ല, ലീഗലായിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം പാകിസ്ഥാനും ഇന്ത്യയ്ക്കൂടെ ട്രെയിൻ ഉണ്ടായിരുന്നു, 2019 നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ലീഗലായിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി ആയിരുന്നു. ഇദ്ദേഹം ഒരു IPS ഓഫീസറാണ്, പിടിക്കപ്പെട്ടാൽ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്ത് തന്നെ കൊല്ലും. ഇന്ത്യൻ ഗവൺമെൻറ്റിനൊന്നും പറയാൻ പോലും പറ്റില്ല, കാരണം ചാരനായിട്ടാണ് വിടുന്നത് അല്ലേ. എന്തായാലും ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ മറ്റൊരു പേരിൽ ഇദ്ദേഹം അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോയിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു ജോലി തേടി അലയുന്ന ഒരു ചെറുപ്പക്കാരനെ പോലെ ഈ താടിയും മുടിയൊക്കെ വളർത്തി ഒരു പിച്ചക്കാരനായിട്ടായിരുന്നു ഇദ്ദേഹം, ഒരു ഭിക്ഷാടകനായിട്ടായിരുന്നു ഇദ്ദേഹം അവിടെ കഴിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നത്. ചെറിയ റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ ചായക്കടകൾ പോലത്തെ സ്ഥലങ്ങളിൽ പാത്രം കഴുകിയും മറ്റ് ഭക്ഷണശാലകളുടെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരുന്ന് ഭക്ഷണം മേടിക്കുന്ന രീതിയെ കണ്ടിട്ടില്ലേ. അങ്ങനെ ഒരു പിച്ചക്കാരനെ പോലെ ഭക്ഷണം യാചിച്ചും ഒക്കെയായിരുന്നു ഇദ്ദേഹം അവിടെ ഇടപഴകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ കുറേ നാൾ കഴിയുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം അവിടെ എത്ര നാളുണ്ടായിരുന്നൊന്നും ഒരു രേഖകളുമില്ല. ചിലവർ പറയുന്നു മാസങ്ങളാണ്, ചിലവർ പറയുന്നു ഒരുപാട് വർഷം, 10 വർഷത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെ ആർക്കറിയാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹം പിച്ചക്കാരനായിട്ട് പോയി പതുക്കെ കടകളിലൊക്കെ ജോലി ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം
കുറച്ച് മെച്ചപ്പെടുന്നതായിട്ടുള്ളൊരു ഒരു സീൻ അദ്ദേഹം അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അല്ല നേരെ പിച്ചക്കാരനായിട്ട് പോയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തി വേറൊരു വേഷത്തിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ സംശയം തോന്നുമല്ലോ. അങ്ങനെയല്ലായിരുന്നു. ഈ ദുരന്തറിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ജോലി തേടി അലയുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് അവിടെ എത്തി പതുക്കെ പാത്രം കഴിയും, അങ്ങനെ ഇങ്ങനെ കുറച്ച് മെച്ചപ്പെട്ട് വന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ദൗത്യം എന്തായിരുന്നു? പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിക്കുന്നുണ്ടോ എന്നറിയാനുള്ളതായിരുന്നല്ലേ. അപ്പോൾ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് ഇസ്ലാമാബാദാണ്. പാകിസ്ഥാൻ്റെ തലസ്ഥാനമാണ് ഇസ്ലാമാബാദ് എന്നുള്ളത്. അവിടെയാണ് ഈ ന്യൂക്ലിയർ റിസർച്ച് സെൻ്ററൊക്കെ ഉള്ളത്. അതായത് ഈ ആണവായുധം വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും പരീക്ഷണങ്ങളും ലബോറട്ടറികളും ഒക്കെ ഇല്ലേ, അതൊക്കെ എവിടെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ തന്നെയായിരുന്നു ഇദ്ദേഹം കൂടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇദ്ദേഹം കുറേ നാൾ അവിടെ താമസിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇദ്ദേഹത്തിന് കളക്ട് ചെയ്യാൻ സാധിച്ചില്ല. കാരണം അത് മൊത്തം ആർമി വളഞ്ഞിരിക്കുകയാണ്, അങ്ങോട്ടൊന്നും കടക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിടിക്കപ്പെടും. അപ്പോൾ പിടിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൈമറി ടാസ്ക് അല്ലേ. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർന്നു, ടോർച്ചർ ചെയ്തിട്ടുള്ള ക്രൂരമായിട്ടുള്ള മരണമാണ്. ഒരു IPS ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ ഡാറ്റ അവർ ടോർച്ചർ ചെയ്ത് നേരെ കൊല്ലൂല, ജീവൻ പോകുന്നത് വരെ ഓരോ ഇഞ്ചിഞ്ചായിട്ട് അദ്ദേഹത്തെ കൊണ്ട് ക്രൂരമായിട്ട് ബ്രൂട്ടലി ടോർച്ചർ ചെയ്ത് പറയിപ്പിക്കും. ഇന്ത്യയിലെ കാര്യങ്ങൾ എന്താണെന്ന് ഇവർ ചോർത്തിയെടുക്കും. അതാണ് എപ്പോഴും ഒരു ചാരനെ പിടിച്ചു കഴിഞ്ഞാൽ ചെയ്യുക. ഈ സമയങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെടാനോ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ വൈറ്റലായിട്ടുള്ള ഇൻഫോർമേഷൻ, അതായത് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടിയാൽ മാത്രമേ അയക്കാനെങ്കിലും ശ്രമിക്കത്തുള്ളൂ അല്ലേ. പക്ഷേ അദ്ദേഹം കുറേ നാളവിടെ നിന്നിട്ടും കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ആണവ വിഷയത്തിൽ. മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം ഇതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് പാകിസ്ഥാനിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ്, അവരുടെ റുട്ടീൻ എങ്ങനെയാണ്. ഇതിനിടയിൽ അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അവിടുത്തെ പവർഫുൾ ആയിട്ടുള്ള ടീം, ശക്തരായിട്ടുള്ള ടീം എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻ അല്ല, അവിടുത്തെ മന്ത്രിമാരോ ഭരണകൂടമോ ഒന്നുമല്ല, മറിച്ച് ആർമിയാണെന്നുള്ള കാര്യം, പാകിസ്ഥാൻ ആർമിയാണെന്നുള്ള കാര്യം ഇദ്ദേഹം മനസ്സിലാക്കുകയാണ്. ആ കാലത്ത് സൈന്യമായിരുന്നു അവസാന വാക്ക്. പല ചായക്കടകളിലും പല ചർച്ചകൾ നടക്കാറുണ്ടല്ലോ രാഷ്ട്രീയപരമായിട്ട്. അവിടെ എവിടെയെങ്കിലും പാകിസ്ഥാൻ ആർമിയുടെ പേര് ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ആർമിക്ക് അത്രത്തോളം നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, ചാരന്മാരുണ്ടായിരുന്നു. ഓരോരുത്തരും ചെറിയ വിവരങ്ങൾ പോലും കളക്ട് ചെയ്ത് അവരിലേക്ക് എത്തിക്കാനുള്ള ശൃംഖലകൾ വളരെ ശക്തമായിരുന്നു. അപ്പോൾ അജിത് ഡോവൽ പ്രധാനമായിട്ടും മനസ്സിലാക്കി കൈമാറിയ ഒരു വിഷയം ഇതായിരുന്നു. അവിടെ ഭരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ശക്തരെന്നുള്ളത് അവിടുത്തെ രാഷ്ട്രീയക്കാരനോ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ പോലീസോ ഒന്നുമല്ല, ആർമിയാണ്, സൈന്യമാണ് മോസ്റ്റ് പവർഫുൾ എന്ന്. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തുകയാണ്. അതായത് ഈ ഒരു റിസർച്ച് സെൻറ്റർ ഉണ്ടല്ലോ, ഈ ഒരു ആണവ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു മതിൽക്കെട്ടിൻ്റെ അകത്താണ് നടക്കുന്നത്. ഇദ്ദേഹത്തിന് അങ്ങോട്ട് കടക്കാൻ സാധിക്കില്ല. അതിലുള്ള ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. ഈ സയൻറ്റിസ്റ്റ് സ്ഥിരമായിട്ട് കുറച്ച് നാൾ കൂടുമ്പോൾ ഇവിടെയുള്ള ഒരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ വരാറുണ്ട്. ഓക്കെ, അജിത് ഡോവൽ ഇത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം IPS ഓഫീസറാണ്, ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്നറിയാവോ? തന്ത്രപരമായിട്ട് ഇദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുകയാണ്. ഇദ്ദേഹം മുടിവെട്ടാൻ എത്ര നാൾ കൂടുമ്പോഴാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഒരു തവണ ഇദ്ദേഹം മുടിവെട്ടാൻ വരുമ്പോൾ തൊട്ട് പുറമെ അജിത് ഡോവലും കയറുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മുടിവെട്ടൽ എന്ന് പറയുമ്പോൾ ഒരുപാട് മുടി അവിടെ കിടപ്പുണ്ടായിരിക്കുമല്ലോ. ഈ സയൻറ്റിസ്റ്റിൻ്റെ മുടി ഇദ്ദേഹം കുറച്ച് കളക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അജിത് ഡോവലും അവിടെ മുടി വെട്ടിയിട്ട് പുറത്തിറങ്ങുകയാണ്. ഈ മുടി ഇദ്ദേഹം ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ മുടി എടുത്ത് അയച്ചതെന്നല്ലേ. ആ മുടിയിലുണ്ടായിരുന്നു പാകിസ്ഥാൻ ആണവ പദ്ധതികൾ തുടങ്ങി എന്നുള്ളത്. കാരണം ആ മുടിയിൽ യുറേനിയം എന്ന് പറയുന്ന ഒന്നിൻ്റെ ട്രേസസ്, അതിൻ്റെ അംശം കണ്ടെത്തുകയാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് വാർത്തകൾ വരുന്നത് എന്താണ്? യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുക എന്നുള്ളതല്ലേ. അപ്പോൾ യുറേനിയം എന്നുള്ളതാണ് ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ ഈ ഒരു ആണവായുധം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് എന്നുള്ളത്. ആ ഒരു യുറേനിയത്തിൻ്റെ അംശം ഈ സയൻറ്റിസ്റ്റിൻ്റെ മുടിയിൽ നിന്ന് കണ്ടെടുത്തു. അതുവഴി നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ് സ്ഥിരീകരിക്കുകയാണ് പാകിസ്ഥാൻ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ് വലിയൊരു കളി കളിക്കുകയാണ്. ഇൻ്റർനാഷണൽ പ്രഷറും മറ്റ് ഡിപ്ലോമസിയും മറ്റ് പലതരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഈ പദ്ധതി ഉണ്ടല്ലോ ഏകദേശം 15 വർഷത്തോളം നമുക്ക് ഡിലേ ചെയ്യാൻ, താമസിപ്പിക്കാൻ, അത് സ്തംഭിപ്പിക്കാൻ സാധിക്കുകയാണ്. ആ ഒരു സമയത്ത് അവർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആക്രമിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ആക്രമിക്കുന്നതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കീഴടങ്ങേണ്ടി വന്നേനെ. അവരിങ്ങോട്ട് വേറൊരു ആക്രമണമായിരിക്കും ചെയ്യുന്നത്, പക്ഷെ നമുക്ക് അധികം തിരിച്ചാക്രമിക്കാൻ പറ്റില്ല. കാരണം ആറ്റം ബോംബാണ് അവരുടെ ഇരിക്കുന്നത്. ആറ്റം ബോംബ് ഉള്ള ഒരു രാജ്യത്തെ ആറ്റം ബോംബില്ലാത്ത ഒരു രാജ്യം പേടിക്കേണ്ടി വരും. ഇത് ലോക സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ആണവശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ആണവശക്തിയാകണം എന്ന് രാജ്യം തീരുമാനമെടുത്തപ്പോൾ അതിനെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അതിനെ നഖശികാന്തം എതിർത്ത കളിയാക്കിയ ഒരു മഹാനുണ്ടായിരുന്നു, P. ചിദംബരം. ഒരുപാട് കാലം കേന്ദ്ര ധനകാര്യമന്ത്രിയൊക്കെ ആയിട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ വാക്ക് കേട്ട് നമ്മളൊരു ആണവശക്തി ആയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഇപ്പോഴത്തെ സ്ഥിതി. ഇവിടെയാണ് നമ്മൾ APJ അബ്ദുൽ കലാം സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ദീർഘവീക്ഷണം കാണുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് അന്ന് തന്നെ പറഞ്ഞു, സ്ട്രെങ്ത് റെസ്പെക്ട് സ്ട്രെങ്ത്, കരുത്തിനെ ബഹുമാനിക്കുമെന്നുള്ളത്. ഈ ആണവ ഗവേഷണത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ മാത്രമൊന്നും അല്ല കേട്ടോ അജിത് ഡോവൽ ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കൈമാറി, അല്ലെങ്കിൽ അതൊക്കെ ചോർത്തിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ രേഖകളില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ഒഫീഷ്യലി പറയാൻ പറ്റില്ല. പക്ഷേ പറഞ്ഞേക്കുന്നൊരു മറ്റൊരു കാര്യം എന്തെന്നാൽ തീർച്ചയായിട്ടും അത് പോസിബിലിറ്റി ഉള്ളതാണ്. അതായത് നമുക്കറിയാം 1970-കളിൽ പാകിസ്ഥാൻ ജനതയ്ക്ക് ഇന്ത്യയോടുള്ള
വെറുപ്പ് ഭയങ്കരമായിരുന്നു. ഇന്ന് നോക്കിയാൽ അതിന് കുറവുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം പേരും ഇന്ത്യ നശിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അദ്ദേഹം മെയിനായിട്ട് പഠിച്ചത് എന്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പോലും നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മളെ ആക്രമിച്ചു, എല്ലാം ചെയ്തു, എന്നിട്ട് നമ്മൾ അവിടുത്തെ ജനങ്ങളോട് നമുക്ക് വെറുപ്പില്ല അല്ലേ. അപ്പോൾ പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് നേരെ തിരിച്ച് അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പഠിച്ചത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയായി മാറുന്നത്. ഈവൻ കുട്ടികൾ പോലും ഇന്ത്യയെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഈവൻ ഇപ്പോഴും കേട്ടോ. ഞാൻ ഒരു വീഡിയോ ഓർക്കുന്നത്, ഒരു സ്കൂളിൽ എന്തായി തീരണമെന്ന് കുട്ടികളോട് ഒരു ടീച്ചർ ചോദിക്കുന്ന വീഡിയോ ആണ്. ഗ്രേറ്റിന് പകരം ഗ്രേപ്പ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൻ്റെ ക്ലിപ്പ് ഉണ്ടല്ലോ, ഭയങ്കര വൈറൽ കോമഡി ക്ലിപ്പായിരുന്നു. അതിൻ്റെ അകത്ത് ആ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പറയുന്നത് എനിക്കൊരു പാകിസ്ഥാൻ സോൾജിയറായിട്ട് അല്ലെങ്കിൽ ഒരു വിമാനം പറത്തിയിട്ട് ഇന്ത്യ നശിപ്പിക്കണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയുകയാണ്. എങ്ങനെ ഈ കുഞ്ഞുങ്ങളിലേക്ക് ഇതെത്തുന്നു? അത് തന്നെയാണ് അന്ന് അജിത് ഡോവലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ബ്രെയിനിലേക്ക് മറ്റുള്ളവർ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇന്ത്യ എന്നുള്ളത് നമ്മുടെ ശത്രു രാജ്യമാണ്, അവിടുത്തെ ജനങ്ങളൊക്കെ മൊത്തം ശത്രുക്കളാണ്, അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുകയാണ് നമ്മളുടെ ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കുഞ്ഞു മനസ്സിലേക്ക് പോലും കുത്തിക്കൊടുക്കുന്ന കാഴ്ചകളൊക്കെ അജിത് ഡോവൽ മനസ്സിലാക്കിയിട്ട് നമ്മുടെ രാജ്യത്തെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നും സംഭവിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ലൈവായിട്ട് വീഡിയോസ് ഒരുപാട് കുട്ടികളാണ്, ഒന്നും അറിയില്ല, എങ്ങനെ അവരുടെ മനസ്സിലേക്ക് കാര്യം എത്തുന്നു മുതിർന്നവർ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം ഒരുപാട് കുട്ടികൾ ഇന്ത്യയെ പറ്റിയിട്ടുള്ള അത്രത്തോളം മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും അജിത് ഡോവൽ എന്ന് പറയുന്നുണ്ടല്ലോ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അദ്ദേഹം കൃത്യമായിട്ട് ഇന്ത്യയിൽ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തുകയാണ്. അപ്പോൾ നല്ല സുഖം. അദ്ദേഹത്തിന് ഇപ്പോൾ 81 വയസ്സ്, ഏറ്റവും കൂടുതൽ സെർവ് ചെയ്യുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അദ്ദേഹമാണ്. ഇപ്പോഴും നമ്മളുടെ രാജ്യം, നമ്മളുടെ പ്രധാനമന്ത്രിയും മറ്റ് ഡിഫൻസ് മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും എല്ലാം അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ ആ സ്ഥാനത്ത് പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ റേഞ്ച്. അദ്ദേഹം ഇതിന് മാത്രമൊന്നുമല്ല പോയിട്ടുണ്ടായിരുന്നു, മറിച്ച് ഇന്ത്യയിൽ തന്നെ നടക്കുന്ന പല പ്രശ്നങ്ങളും അദ്ദേഹം ബുദ്ധിപരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഒന്ന് നമ്മളുടെ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അവിടെ എപ്പോഴും സംഘർഷാവസ്ഥകളൊക്കെ രൂപപ്പെടാറുണ്ടായിരുന്നു പണ്ട്, അതിനിടപെട്ടിട്ടുണ്ട്. പിന്നെ സിക്കിം ഇന്ത്യയായിട്ട് ലയിച്ച സമയത്തുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പരിഹരിച്ച ഇദ്ദേഹമായിരുന്നു പ്രധാനമായിട്ടും അതിന് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇദ്ദേഹം ഇടപെട്ട ഏറ്റവും വലിയൊരു മേജർ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. നിങ്ങൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് കേട്ടിട്ടുണ്ടാകും. വർഷം 1984 പഞ്ചാബിൽ അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിളില്ലേ, സുവർണ്ണക്ഷേത്രമില്ലേ, അത് ഖലിസ്ഥാനി ഭീകരവാദികൾ കൈയടക്കുകയാണ്. ജർണൽ സിംഗ് ഭിദ്രൻവാല അടക്കമുള്ളവരൊക്കെ കൈയടക്കുകയാണ്. അങ്ങനെ കൈയടക്കിയപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ആർമി ഉപയോഗിച്ച് നടത്തിയ ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അത് വർഷം 1984 സംഭവിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെങ്കിൽ മുകളിൽ വരുന്ന ഐ ബട്ടൺ ഞെക്കിയാൽ മതി കേട്ടോ. എന്തായാലും അതിനുശേഷം മറ്റ് 2 ഓപ്പറേഷൻ കൂടെ നടക്കുകയാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ 1ഉം 2ഉം. ഇത് 1986 88 നടന്നിട്ടുണ്ടായിരുന്നത്. അന്നും സമാനമായിട്ടുള്ള ഈ ഖലിസ്ഥാനി ഭീകരവാദികൾ ഇതിൻ്റെ അകത്ത് കൈയടക്കുകയാണ്, ഈ ഒരു ക്ഷേത്രം കൈയടക്കുകയാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയത് ഇന്ത്യൻ ആർമി ആണെങ്കിൽ ഈ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ നടത്തിയിട്ടുണ്ടായിരുന്നത് NSGയും അതോടൊപ്പം പാരാമിലിറ്ററി ഫോഴ്സുമായിരുന്നു. ഈ സമയത്ത് അജിത് ഡോവൽ ഒരു റിക്ഷാക്കാരനായിട്ട്, ഈ ഉന്തുന്ന റിക്ഷ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്തൊക്കെ ആ ഒരു റിക്ഷാക്കാരനായിട്ട് ഖലിസ്ഥാനികളുടെ അടുക്ക ചെല്ലുകയാണ്. അദ്ദേഹം ഖലിസ്ഥാനികളോട് അഭിസംബോധന ചെയ്യുന്നത് ഞാൻ പാകിസ്ഥാൻകാരനാണ്, ഞാനിവിടെ ഒരു റിക്ഷക്കാരൻ്റെ വേഷത്തിലാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഖലിസ്ഥാനികളെ പറ്റിക്കുകയാണ്. അപ്പോൾ ഖലിസ്ഥാനികളുടെ കണ്ണിൽ എന്താണ് കാണുന്നത്? ഇദ്ദേഹം ഒരു പാകിസ്ഥാൻകാരനാണ്, ഇദ്ദേഹം ഇവിടെ ഒരു റിക്ഷാക്കാരൻ്റെ വേഷത്തിൽ ഒളിച്ചും പാത്തും കഴിയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ എത്ര പേരുണ്ട്, എന്തൊക്കെ ആയുധങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതനുസരിച്ച് നമ്മളുടെ NSGയും പാരാമിലിറ്ററിയും നല്ല തിരിച്ചടിച്ച് നല്ല പണി കൊടുക്കുകയാണ്. അതായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ 1ഉം 2ഉം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകൾ അജിത് ഡോവലുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. കാണ്ഡഹാർ വിമാനറാഞ്ചൽ നടക്കുന്ന സമയത്ത് അജിത് ഡോവലായിരുന്നു നെഗോഷിയേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ഇത്രയും തീവ്രവാദികളുടെ ഇടയിൽ ആ ഒരു ദുരന്തർ കാണിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഓപ്പണിംഗ് സീൻ അതാണെന്ന് തോന്നുന്നു, ദുരന്തർ 1ൻ്റെ ആ ഒരു തീവ്രവാദികളുടെ ഇടയിൽ ആ ഒരു ഫ്ലൈറ്റിൻ്റെ മുമ്പിൽ സിഗരറ്റ് വലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി, ആ ഒരു ഓറയെന്ന് ആലോചിച്ച് നോക്കി, അതായിരുന്നു ലിറ്ററലി അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് പേടി എന്ന് പറയുന്ന, ഭയം എന്ന് പറയുന്ന സാധനമില്ല. പാകിസ്ഥാനിൽ ചാരനായിട്ട് അന്നത്തെ കാലത്ത് പോകാമെങ്കിൽ അദ്ദേഹത്തിന് ഇത് ഡീൽ ചെയ്യാനാണോ പാട്. അപ്പോൾ ആ മനുഷ്യൻ്റെ ഓറ എന്നൊക്കെ പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പറയുന്ന പോലെ, അതെന്ന് പറയുന്നത് 1 lakh പ്ലസ് ആണ്. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല മനുഷ്യൻ. ഞാനിവിടെ ഇപ്പോൾ ആലോചിക്കുന്ന കാര്യം എന്താണെന്നോ, നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള എത്രയോ പേര് പാകിസ്ഥാനിലേക്ക് ചാരനായിട്ട് പോയിട്ടുണ്ടാകും, പിടിക്കപ്പെട്ടിട്ടുണ്ടാകും. ഒരു രേഖകളുമില്ല, ഇന്ത്യ ഗവൺമെൻറ്റും രേഖകൾ വയ്ക്കില്ല, ഒരു തരത്തിലുള്ള റിപ്പോർട്ടിങ്ങും ഉണ്ടാകത്തില്ല. ഇതുപോലെ ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്ത് കൊല്ലപ്പെട്ടവരുണ്ടാകാം. അപ്പോൾ അവരൊക്കെ എന്തിനാണ് പോയത്? നമ്മൾക്ക് വേണ്ടി, നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയാണ് പോയത്. അങ്ങനെ ഒരുപാട് പേര് പോയി, ഒരുപാട് നമ്മളുടെ പട്ടാളക്കാർ യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മനുഷ്യരുടെ ത്യാഗമാണ് പലപ്പോഴും നമ്മളിവിടെ സുരക്ഷിതമായിട്ടിരിക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് വേണ്ടി ഈ ജീവൻ ബലിയർപ്പിക്കുന്ന, നമുക്ക് വേണ്ടി വളരെ റിസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഈ മനുഷ്യരെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ദുരന്തർ സിനിമയൊക്കെ കണ്ടോ? 1 എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ, പണ്ട് ഇറങ്ങിയായിരുന്നു. 2 ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് പോകാനുണ്ടാവും. എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടോ, മസ്റ്റ് വാച്ചാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. ഏകദേശം 4 മണിക്കൂറിന് അടുത്തുണ്ടെങ്കിലും ഒരു നിമിഷം പോലും ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ദുരന്തർ 1 കൃത്യമായിട്ട് ഒന്നുകൂടെ കണ്ടിട്ട് പോകട്ടോ. ചിലപ്പോൾ ഹിന്ദിയൊക്കെ സബ്ടൈലിട്ട് കാണാതെ, സബ്ടൈലൊന്നും ഇല്ലാതെ
കണ്ടിട്ടുള്ളവരുണ്ടാകും. അതൊക്കെ ഇപ്പോൾ മലയാളത്തിലും ഈ ഇംഗ്ലീഷ് സബ്ടൈറ്റിലും മലയാള സബ്ടൈറ്റിലൊക്കെ വെച്ച് കിട്ടും. അത് മനസ്സിലാക്കിയിട്ട് എന്തായാലും പോയി കാണുക, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോ പറ്റിയിട്ടുള്ളതാണെങ്കിലും നോവലിനെ പറ്റിയിട്ടുള്ളതാണെങ്കിലും നമ്മുടെ ദുരന്തർ സിനിമയെ പറ്റിയിട്ടുള്ളതാണെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തുടക്കത്തിൽ ഇന്ത്യയിലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനികൾ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ പണം വളർത്താനുള്ള ഒരു അവസരത്തെക്കുറിച്ച് കൂടി ഞാൻ പറഞ്ഞിരുന്നു. മാർച്ച് 31 വരെയാണ് നിങ്ങൾക്ക് ആ ഒരു NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി വെറും 6 ദിവസം കൂടി മാത്രം. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ QR കോഡ് ഉണ്ടല്ലോ, അത് സ്കാൻ ചെയ്താലും മതി. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.